നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കടുത്ത പ്രതിസന്ധിയിൽ. സ്വകാര്യ ആശുപത്രികളുടെ കുടിശ്ശിക മുടങ്ങിയിട്ട് മാസങ്ങൾ. 400 കോടിയോളം രൂപ ലഭിക്കാനുണ്ടെന്ന ആശുപത്രികളുടെ സംഘടന. തുക നൽകിയില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് മുന്നറിയിപ്പ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കില്ല എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന നടപടികളിലൊക്കെ ഞങ്ങൾ പോവേണ്ട ഒരു അവസരത്തിലെത്തിയിട്ടുണ്ട്. ബിജെപിയിലേക്ക് പോകുമെന്ന പ്രചാരണം തള്ളി പന്തളം സുധാകരൻ. കെപിസിസി അധ്യക്ഷനെതിരായ പരാമർശത്തിൽ സുധീരന് വിമർശനം. സുധീരന്റെ പ്രസ്താവന അനവസരത്തിൽ. പാർട്ടിയെ ഒറ്റക്കെട്ടായി അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കണമെന്നും പന്തളം. ഗൂഢല്ലൂരിൽ നരഭോജി പുള്ളിപ്പുലിയെ പിടിക്കാത്തതിൽ പ്രതിഷേധം. റോഡ് ഉപരോധിച്ച് നാട്ടുകാർ. തേയിലത്തോട്ടത്തിൽ കൂടുകൾ സ്ഥാപിച്ച് വനംവകുപ്പ്. കുംകിയാനകളും രംഗത്ത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആളുകൾ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? സൂര്യനാ ഗ്രഹണം പിടിച്ചു നിൽക്കുന്ന സൂര്യൻ വേണമെന്ന് പറയാം. രാഹു കേതുക്കൾ മൂടി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ പരിഹസിച്ച കെ സുരേന്ദ്രൻ. പിണറായി ഗ്രഹണം പിടിച്ച സൂര്യൻ എന്ന TN പ്രതാപന് PFI ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച ആരോപണം. അയോധ്യയിൽ ലീഗിനെ ഭയന്ന് കോൺഗ്രസ് ഇരട്ടത്താപ്പെന്നും BJP അധ്യക്ഷൻ. മജീഷ്യൻ മുതുകാടിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഗുരുതര ആരോപണങ്ങളുമായി സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ. മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് സമയത്ത് ഭക്ഷണം പോലും നൽകുന്നില്ല. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഷിഹാബ്. വണ്ടിപ്പെരിയാർ ഇരയുടെ അച്ഛനു നേരെ നടന്നത് വധശ്രമം. ബാൽരാജ് ലക്ഷ്യമിട്ടത് കൊലപാതകമെന്ന് FIR. മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കി ആക്രമിച്ചെന്നും പോലീസ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ബംഗ്ലാദേശ് പോളിംഗ് ബൂത്തിൽ. പൊതു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ലെന്ന് ആരോപണം. ജനവിധി അറിയാൻ ഷെയ്ഖ് ഹസീനയും ബീഗം ഖാലിദ സെയ്ദ്. സ്കൂൾ കലോത്സവ വേദിയിൽ കണ്ണൂർ തന്നെ മുന്നിൽ. കനത്ത മത്സരം ഉറപ്പാക്കി പാലക്കാടും കോഴിക്കോടും. കലോത്സവ വൈബിൽ കൊല്ലം. കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായ കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു. സർക്കാരിൽ നിന്നും കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ഈ മാർച്ച് മാസത്തോടെ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്നാണ് സൂചന. 400 കോടിയോളം രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത്. സംസ്ഥാനത്ത് 400-ലധികം സ്വകാര്യ ആശുപത്രികളാണ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ചികിത്സ നൽകിയിരുന്നത്. എന്നാൽ കുടിശ്ശിക ആയതോടെ 150-ലധികം ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നു. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ താളം തെറ്റിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക 400 കോടിയിലധികം രൂപയായതോടെ പല ആശുപത്രികളും പദ്ധതിയിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു.
മുൻപ് 411 ആശുപത്രികളിലായിരുന്നു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സാ സേവനം ലഭിച്ചിരുന്നുവെങ്കിൽ ആ പദ്ധതിയിൽ നിന്നും 150ഓളം ആശുപത്രികൾ ഇതിനോടകം പിന്മാറിക്കഴിഞ്ഞു. ഇതേ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മാർച്ചോടെ കൂടുതൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറും. ഒരുപക്ഷെ സർക്കാർ ആശുപത്രികൾ മാത്രമാകും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഏക സ്ഥലം. മുൻപ് ഒക്ടോബറിൽ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികൾ സമരം പ്രഖ്യാപിച്ചിരുന്നു. ഈ കാരുണ്യ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് 100 കോടിയോളം രൂപ സർക്കാർ അനുവദിച്ചെങ്കിലും അതൊന്നും പൂർണ്ണമായിട്ടും സ്വകാര്യ ആശുപത്രികളിലേക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റ് അസോസിയേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതുപോലെ ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കാരുണ്യ പദ്ധതിയിൽ സഹകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നും അവർ പറയുന്നു. കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെയധികം പരാജയപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ താല്പര്യമില്ലാത്ത തരത്തിലേക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പല പ്രവണതയും കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 400 കോടി രൂപയോളം ഈ പദ്ധതിയിൽ ചികിത്സ കൊടുത്ത വകയിൽ കുടിശ്ശികയായി സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കില്ല എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തിരക്കിലെ നടപടികളിലൊക്കെ ഞങ്ങൾ പോകേണ്ട ഒരു അവസരത്തിലെത്തിയിട്ടുണ്ട്. 20 ലക്ഷം മുതൽ 20 കോടി വരെ കുടിശ്ശികയുള്ള ആശുപത്രികളാണ് ഈ ഒരു പദ്ധതിയുമായി സഹകരിക്കുന്നവരിൽ ഏറെയും. ചെറുകിട ആശുപത്രികൾക്കൊക്കെ തന്നെ ഈ ഒരു കുടിശ്ശിക വലിയ ബാധ്യതയായി കഴിഞ്ഞതോടെ അവരുടെ നടത്തിപ്പ് തന്നെ അവതാളത്തിലാകുന്ന സാഹചര്യമാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് ഒന്നുകിൽ സർക്കാർ കുടിശ്ശിക നൽകണം, അതല്ലെങ്കിൽ പിന്മാറുകയല്ലാതെ വഴിയില്ല എന്ന് ഇവർ വിശദീകരിക്കുന്നു. നമുക്ക് 2.5 കോടി രൂപക്ക് മുകളിൽ ഒരു കുടിശ്ശിക വന്നതോടുകൂടി അതീവ പ്രതിസന്ധിയാണ് ഈ മേഖലയെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളും ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ കണക്കുകളനുസരിച്ച് 100 കോടി രൂപയോളാണ് സ്വകാര്യ ആശുപത്രികൾക്ക്, ഇടത്തരം ചെറുകിട സ്വകാര്യ ആശുപത്രികളെയാണ് ഇത് ഗൗരവമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രികൾക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള നിരക്ക് 10 വർഷം മുൻപത്തെയാണെന്നും ഇവർ പറയുന്നുണ്ട്. 2022 ശേഷം നിരക്ക് വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പിൽ വന്നിട്ടില്ല. ഇപ്പോഴും പഴയ നിരക്കിൽ തന്നെയാണ് ഈ ആശുപത്രികളുമായിട്ടുള്ള കരാറിലെ തുക എന്ന് ഇവർ പറയുന്നു. ഇതും പുതുക്കേണ്ടത് അനിവാര്യമാണെന്നും കുടിശ്ശികയ്ക്കൊപ്പം ഈ ഒരു സേവനങ്ങളുടെ നിരക്ക് ഇന്നത്തെ നിരക്കിന് സമാനമാക്കി ഉയർത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് 2010 മുമ്പുള്ള ഒരു പാക്കേജ് റേറ്റാണ്. ഇതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ സാധാ ഒരു പ്രസവത്തിന് നോർമൽ ഡെലിവറിക്ക് 7000 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. അതിൽ മരുന്നും ഡോക്ടേഴ്സ് ചാർജും വാർഡ് സൗകര്യവും ഒക്കെ ഉൾപ്പെടെ പ്രായോഗികമായിട്ട് ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടല്ലേ. ഇടത്തരം ആശുപത്രികളിൽ ഏറ്റവും ചുരുങ്ങിയത് 12,000 മുതൽ 14,000 രൂപ വരെ ചിലവ് വരുന്നത് 7,000 രൂപ. അങ്ങനെ ഓരോ ചിലവുകൾക്കും 10-12 വർഷം മുമ്പുള്ള നിരക്കായതിനാൽ ഉള്ള ഒരു പ്രയാസവും ഈ മേഖല നേരിടുന്നുണ്ട്. അതൊക്കെയാണ് ഈ രോഗികളും ആശുപത്രി മാനേജ്മെൻറ്റും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാനുള്ള കാരണം. എന്നാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ അഭിമാന പദ്ധതിയായിട്ടാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ അവർ ഉദ്ഘോഷിക്കുന്നത്. സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയുമാണ്. ആയുഷ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആണ് കാരുണ്യ പദ്ധതി രംഗത്ത് വന്നിട്ടുള്ളതെങ്കിലും അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിലും കേരളത്തിന് പുറത്ത് BPL കുടുംബങ്ങളെ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കേരളത്തേക്ക് വരുമ്പോൾ BPLന് പുറമെ മറ്റ് തൊഴിൽ മേഖലയിലെല്ലാം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 44 ലക്ഷത്തോളം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്കാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആരോഗ്യ രംഗത്തുണ്ടാക്കിയ സമൂലമായൊരു വിപ്ലവം ഉണ്ടാക്കിയ പദ്ധതിയാണിത്. എന്നാൽ ഈ ആശുപത്രി അസോസിയേഷൻകാർ പറയുന്നത് ഇത്തരത്തിൽ BPLന് പുറമേയുള്ള ആളുകളെ കൊണ്ടുവന്നതാണ് ഈ ഒരു പദ്ധതിയുടെ നടത്തിപ്പിന് ഇപ്പോൾ വിഘാതമായിരിക്കുന്നതെന്നും അത്തരത്തിൽ ആളുകളെ കൂടുതലായി ഉൾക്കൊള്ളിച്ചതാണ് സർക്കാരിൻ്റെ ബാധ്യത വർദ്ധിക്കാൻ കാരണമെന്നും അങ്ങനെ ഒരു ആരോപണമാണ് ഈ ആശുപത്രി അസോസിയേഷൻ ഉന്നയിക്കുന്നത്. എന്നാണെങ്കിലും സർക്കാർ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഫണ്ടില്ല എന്ന കാരണമാണ് ഇതിനൊക്കെ പ്രശ്നമായിട്ട് സർക്കാർ പറയുന്നതെങ്കിൽ പോലും മാർച്ചോടെ ഈ ഒരു സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ള ഫണ്ടിൽ കുറച്ചെങ്കിലും നൽകിയില്ലെങ്കിൽ, ഈ നിരക്കിൽ വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന, സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമാകുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികൾ മാത്രമാകും ഒരുപക്ഷെ
അവശേഷിക്കുക. ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. നിലപാട് പറഞ്ഞ് പന്തളം സുധാകരൻ. VM സുധീറിനെതിരെ വിമർശനവുമായി പന്തളം സുധാകരൻ. കെ സുധാകരനെ വിമർശിക്കുന്നവർ ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള വിദൂര സാധ്യതകൾ പോലും നിലവിലില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. VM സുധീറിന്റെ പ്രസ്താവന അനവസരത്തിലെന്നും പന്തളം സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം KPCCയുടെ നേതൃയോഗം ചേർന്നു. ആ നേതൃയോഗത്തിന് ശേഷമാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ പാർട്ടി ദേശീയ നേതൃത്വത്തിനെതിരെ അടക്കം രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസിനുള്ളിൽ അച്ചടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. കാര്യം ആരുടെ മുഖത്ത് നോക്കിയും ഏത് പാർട്ടി ഔദ്യോഗിക ഫോറത്തിലും അതിശക്തമായ വിമർശനം നടത്താനുള്ള ഒരു ചങ്കുറ്റവും അതിനുള്ളൊരു ചങ്കുറ്റമുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ചിലത് ഒരു അസ്ഥാനത്തായി പോകുന്നില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. ഒരു വൈബ്രൻസി കെ സുധാകരനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് താങ്കൾ അടക്കം പറയുമ്പോൾ മറുവശത്ത് നിന്ന് ആ കെ സുധാകരൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അത് എവിടെ നിന്നോ ഉയരുകയാണ്. ആ ആവേശം നിലനിർത്താൻ കഴിയേണ്ടത് അദ്ദേഹത്തിന് മാത്രം ചുമതലയല്ല. ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ എല്ലാ തട്ടുകളിലുമുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ്. അതാണ് കാരണം. വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് പകരം പ്രസിഡൻറ്റിനെ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രസിഡൻറ്റ് ഓറിയൻറ്റഡ്, അപ്പോൾ പ്രസിഡൻറ്റിനെ കൂടുതൽ മഹത്വവൽക്കരിക്കുക മാത്രമല്ല സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഉണ്ട്. ഇപ്പോൾ എന്തായാലും വിദൂരതയിൽ പോലും ഒരു KPCC പ്രസിഡൻറ്റിനെ മാറ്റുന്ന ചർച്ചയില്ല, അങ്ങനെ ഒരു സാഹചര്യമില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസ് ജനപ്രതിനിധികളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്. അത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാകാം, പുറത്തുനിന്ന് ഒരാളാകും, എന്തായാലും ഒരു ഇന്ത്യക്കാരനാകും. അങ്ങനെ അപ്പോൾ താങ്കൾ KC വേണുഗോപാലിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല? ഒരിക്കലുമില്ല, തള്ളിക്കളയാൻ പറ്റൂലല്ലോ. BJP-യിലേക്കില്ലെന്ന് പന്തളം സുധാകരൻ. BJP-യിലേക്ക് പോകുന്നെന്ന പ്രചാരണം പരിഹാസ്യമാണ്. പാർലമെന്ററി രംഗത്തേക്ക് വരാൻ ഇപ്പോഴും താൽപര്യമുണ്ട്. തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. മുല്ലപ്പള്ളിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടിയിരുന്നില്ലെന്നും പന്തളം സുധാകരൻ പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കളെ BJP ലക്ഷ്യമിടുന്നുണ്ടെന്നും, അതായത് സംസ്ഥാനത്ത് ഒരുപക്ഷെ നിർണായകമായ പദവികളിലേക്ക് അവരെ എത്തിക്കാനുള്ള അല്ലെങ്കിൽ പാർട്ടി പദവികളിലേക്ക് എത്തിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. അവിടെ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പേരടക്കം അല്ലെങ്കിൽ പന്തളം സുധാകരനെ BJP ലക്ഷ്യമിടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം പരിഹാസമാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനോടുള്ള ഒരു പുച്ഛമാണ്. കാരണം പിന്നെ അതിനകത്തൊരു പ്രത്യേകതയില്ല. ഒരിക്കൽ ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു, കെ സുധാകരൻ BJP-യിലേക്ക് പോകുന്നു, KV തോമസ് പോകുന്നു, എന്തിനാ നമ്മുടെ VD സത്യൻ, രമേശ് ചെന്നിത്തലയും എല്ലാം. ഈ വാർത്ത വന്നപ്പോൾ എന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ ശ്രീ രമേശ് ചെന്നിത്തലയും VD സത്യനൊക്കെ വിളിച്ച് പറഞ്ഞു, പന്തളം ഇതുകൊണ്ട് അത് അറിയേണ്ട കാര്യമില്ല, ഞങ്ങളൊക്കെ പോലും BJP-യിലേക്ക് പോകുന്നെന്ന് പറഞ്ഞ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ ഒരു തന്ത്രമാണ്. അതായത് കൊള്ളാവുന്നവരുടെ പേര് എടുത്ത് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിനപ്പുറം അതൊരു പാർലമെൻ്ററി രംഗത്തേക്ക് തിരികെ വരണം എന്ന ആഗ്രഹമില്ലാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു പാർട്ടിക്കാരനും ഇല്ല, എത്ര വയസ്സായാലും. അപ്പം എന്നെപ്പോലൊരു ആളിൻ്റെ, ഞാൻ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. മറ്റഴിമതി ആരോപണങ്ങളോ മറ്റ് തരത്തിലുള്ള ദുരാരോപണങ്ങളോ ഒന്നും എൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗ്യം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും കേട്ടിട്ടുമില്ല. അതുകൊണ്ട് പാർട്ടി എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ ആ തീരുമാനത്തിന് സീറ്റ് തരികയാണെങ്കിൽ സ്വീകരിക്കും, തരുന്നില്ലെങ്കിലും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അക്കാര്യത്തിൽ നിസ്സംഗനാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് വന്നത് തന്നെ ഒരു വലിയ ഒരു ആവേശമുണ്ടാക്കിക്കൊണ്ടാണ്. കാരണം പ്രസിഡന്റ് മാറണോ വേണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ട, എന്നെ സംബന്ധിച്ചുള്ള അന്ന് മാറേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ജയിച്ച് അതിശക്തമായ ഒരു മുന്നേറ്റം നടത്തിയ KPCC ശ്രീ മുല്ലപ്പള്ളി അഹമ്മദ്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭയിലാണ് ദയനീയമായ പരാജയം ഉണ്ടായത്.
എന്തായാലും KPCC പ്രസിഡൻറ്റിനെ മാറ്റി. അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഒരു വൈബ്രൻസി ഉള്ള പ്രസിഡൻ്റ് എന്നുള്ള മുല്ലപ്പള്ളിയുടെയും ശ്രീ K. സുധാകരൻ്റെയും പ്രവർത്തന ശൈലി, സ്വഭാവ ശൈലി രണ്ട് ധ്രുവങ്ങൾ നല്ല വലിയ വ്യത്യാസമാണ്. പക്ഷേ ഈ വൈബ്രൻസി ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം KPCC പ്രസിഡന്റ് ആയത്. അതാണ് ഒരു യാഥാർത്ഥ്യം. പിണറായി ഗ്രഹണം പിടിച്ച സൂര്യനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. എസ്കോട്ട് വണ്ടിയുടെ അടുത്തെത്തിയാൽ തന്നെ ആളുകൾ കരിഞ്ഞോളുമെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു തരത്തിൽ പിണറായി ഭക്തന്മാരായിട്ട് എന്തിനാണ് മാറുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആളുകൾ പറയുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ സൂര്യനാ? ഗ്രഹണം പിടിച്ചു നിൽക്കുന്ന സൂര്യൻ എന്ന് വേണമെന്ന് പറയാം. രാഹു കേതുക്കൾ മൂടി നിൽക്കുന്നത്. പിന്നെ സൂര്യൻ്റെ അടുത്ത് എത്തിയാൽ കരിഞ്ഞു പോകുന്ന പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ്റെ അടുത്ത് എത്തണ്ടെന്ന്. ഇവിടെ വഴിയിൽ പിന്നെ എസ്കോട്ടിന് മുമ്പിൽ എത്തിയാൽ തന്നെ കരിഞ്ഞു പോകും. അതാ സ്ഥിതി. ഇത്രയും ഒരു ഫാസിസ്റ്റ് സമീപനം ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട്, എന്നിട്ട് ഈ പിന്നെ കൊട്ടാരം ഗായകന്മാരെ കൊണ്ട് ഓരോ പ്രാവശ്യവും പാടിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കാരണഭൂതനായിരുന്നു, ഇപ്പൊ സൂര്യനാ. അതൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല. TN പ്രതാപന് PFIയുമായി ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് K. സുരേന്ദ്രൻ. പ്രതാപൻ PFIക്ക് വേണ്ടപ്പെട്ടയാളാണ്. പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അബ്ദുൽ ഹമീദ് ഒന്നാന്തരം PFIക്കാരനാണ്. മുന്ന നൌഷാദ് കൊലക്കേസിലെ PFIക്കാരായ പ്രതികളെ സംരക്ഷിച്ചത് പ്രതാപനാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിച്ചിരുന്നതായും K. സുരേന്ദ്രൻ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് പ്രതാപൻ. അതിനൊരു സംശയവുമില്ല. TN പ്രതാപന്റെ കൂടെയാണ് നിരോധിത PFIയിലെ ചാവക്കാട്, ഗുരുവായൂർ, മണലൂർ ആ ഭാഗത്തൊക്കെയുള്ള മുഴുവൻ നിരോധിത PFI പ്രവർത്തകരും പ്രതാപന്റെ കൂടെയാണ് എന്നുള്ളതിന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും. ദില്ലിയിൽ ഇരുന്നു കൊണ്ട് TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ, ഈ നെറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ് അബ്ദുൽ ഹമീദ്. ആരാണ് അയാൾ? ഒന്നാന്തരം PFIക്കാരനാണ്. ജാമിയ മില്ലിയ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ദില്ലി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായതാണ്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൌഷാദിനെ ഒരു സംഘം PFI ഭീകരന്മാർ കൊലപ്പെടുത്തി. പുന്ന നൌഷാദ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള PFI പ്രവർത്തകരെ പ്രതാപനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗൂഡല്ലൂരിൽ 3 വയസ്സുള്ള കുഞ്ഞിനെയും മറ്റൊരാളെയും കൊന്ന വില്ലൻ പുള്ളിപ്പുലിയെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കുംകിയാനയുടെ സഹായത്തോടെ പുലിയെ കണ്ടെത്താനാണ് ശ്രമം. പുലിയെ പിടികൂടാൻ തേയിലത്തോട്ടത്തിൽ കൂടുകൾ സ്ഥാപിച്ചു. തേയിലത്തോട്ടത്തിൽ കളിക്കുകയായിരുന്ന 3 വയസ്സുകാരി നാൻസിയെ പുലി ആക്രമിച്ചത് ശനിയാഴ്ച. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നേരത്തെ ഒരു സ്ത്രീയും പുലിയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. ഡിസംബർ 21 മുതൽ ഇത്തരത്തിൽ പുലിയുടെ ആക്രമണത്തിന് ഇരയായത് 5-ലധികം പേർ. ഇതോടെ പുലിയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി. പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു. നീലഗിരി, പന്തല്ലൂർ താലൂക്കുകളിൽ പ്രതിഷേധ സൂചകമായി കടകൾ അടച്ചു. തേയില തൊഴിലാളികളെ തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തേയിലത്തോട്ടത്തിൽ പുലിയെ തെരയാൻ മധുമലൈ ടൈഗർ റിസർവിൽ നിന്ന് കുങ്കിയെ എത്തിച്ചു. തേയിലത്തോട്ടത്തിൽ പല സ്ഥലങ്ങളിലായി വനം വകുപ്പ് കൂടുകൾ സ്ഥാപിച്ചു. ന്യൂസ് 18 തമിഴ്നാട്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. കന്നിമല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് കാട്ടാന എത്തിയത്. അർദ്ധരാത്രി 12 മണിയോടെ എത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പടയപ്പ ഈ ഭാഗത്ത് ചുറ്റിത്തിരികയാണെന്ന് പ്രദേശവാസികൾ പറയും. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി. പാൽരാജിന് പെൺകുട്ടിയുടെ അച്ഛനെ കൊലപ്പെടുത്താൻ ഉദ്ദേശമുണ്ടായിരുന്നുവെന്ന് FIR. കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ ബന്ധുവാണ് പ്രതിയായ പാൽരാജ്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും നേരെ അർജുന്റെ ബന്ധുവായ പാൽരാജ് ആക്രമണം നടത്തിയത്.
ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവർക്കും നേരെ പാൽരാജ് പ്രകോപനപരമായി സംസാരിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത കുട്ടിയുടെ മുത്തശ്ശനെയും അച്ഛനെയും പാൽരാജ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണം ലക്ഷ്യം വെച്ച് ആയുധം കയ്യിൽ കരുതി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് എഫ്ഐആർ വ്യക്തമാക്കുന്നത്. അതേസമയം സംഭവത്തിൽ പരുക്കേറ്റ കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ചികിത്സയിൽ തുടരുകയാണ്. കുട്ടിയുടെ കുടുംബത്തിന് കൂടുതൽ സുരക്ഷ ഒരുക്കുന്നതിനും പോലീസ് നടപടി ആരംഭിച്ചു. സുരക്ഷ കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം പീരുമേട് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രത്യേക പ്രചാരണ സംവിധാനവുമായി CPM. ഇതിനായി 30,000 സ്പെഷ്യൽ കേഡർമാർക്ക് പാർട്ടി പരിശീലനം തുടങ്ങി. തിരുവനന്തപുരത്ത് ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. ഇവിടെയില്ലെങ്കിൽ ഒരിടത്തുമില്ലെന്ന അവസ്ഥയിലാണ് CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മാത്രമാണ് വിജയിക്കാനായത്. ഇത്തവണ 10ൽ കുറയാത്ത സീറ്റുകളാണ് ഇടതുമുന്നണിയുടെ നോട്ടം. ഭൂരിഭാഗവും CPM തന്നെ വിജയിക്കണം. അതിനുവേണ്ടിയുള്ള പ്രചാരണ പരിപാടികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ബൂത്ത് കമ്മിറ്റികൾക്ക് പുറമെ സ്പെഷ്യൽ കേഡർമാരെ സംസ്ഥാനത്തുടനീളം വിന്യസിക്കും. സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുകയുമാകും കേഡർമാരുടെ ജോലി. സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും പാർട്ടി പ്രവർത്തകരും കേഡർമാരും നേരിട്ടെത്തും. ഈ മാസം 28 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് CPM കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. അതിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയവും ആരംഭിക്കും. പരമാവധി സീറ്റുകൾ വിജയിക്കാൻ മുതിർന്ന നേതാക്കളെയും പുതുമുഖങ്ങളെയും പൊതുസമ്മതരെയും CPM രംഗത്തിറക്കും. MLA-മാരിൽ ചിലരെയും പരീക്ഷിക്കാൻ ആലോചനയുണ്ട്. MLA-മാർ രാജിവെച്ചാൽ ആ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നുറപ്പുള്ള ഇടങ്ങളിൽ മാത്രമാകും MLA-മാരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് 106 പേർക്ക് കൂടി കോവിഡ്. 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 756 പേർക്കാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ചത്. ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലാണ്. 297 പേർക്ക് അവിടെ രോഗം സ്ഥിരീകരിച്ചു. കർണാടക, കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ രോഗബാധിതർ ഉള്ളത്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ CP ഷിഹാബ്. സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് സമയത്ത് ഭക്ഷണം പോലും നൽകുന്നില്ലെന്ന് ഭിന്നശേഷിക്കാരൻ കൂടിയായ ഷിഹാബ് ആരോപിച്ചു. സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് 5ഉം 6ഉം ഷോ ഒക്കെ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ദിവസം ഒരു ഏകദേശം 2:30 ആവുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളോട് മാറി നിൽക്കാൻ പറയും. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ. അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം, കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവർ MR ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ്, ഓട്ടിസം ഉള്ള കുട്ടികളാണ്, ചിലപ്പോൾ ഇവർ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു ഹോളിനകത്ത് ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കണം. അത് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, ഭക്ഷണ സമയത്ത് കൊടുക്കാനും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു. അതിൻ്റെ പേരിൽ അവർ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു. താൻ വ്യക്തിപരമായി അനുഭവിച്ച മാനസിക പീഡനവും നീതി നിഷേധവും ചൂണ്ടിക്കാട്ടി അക്കാദമിക്ക് കത്ത് നൽകിയിട്ടും നാളിതുവരെ മറുപടി ഉണ്ടായിട്ടില്ല. ഭയം കൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത്. കുട്ടികളുടെ ദൈന്യത പ്രകടിപ്പിച്ച് പരമാവധി ഫണ്ട് സ്വരൂപിക്കുകയാണ് ഗോപിനാഥ് മുതുകാട് ചെയ്യുന്നതെന്നും ഷിഹാബ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഈ 25 കുട്ടികളെ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ 25 കുട്ടികളിലെ അവസാനം വന്ന 20 കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ നിങ്ങളും ഈ കളത്തരത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല. കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ 20 കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയത് 25 കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് 25 കുട്ടികളെയും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് വരെ മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, എനിക്കിവിടെ പറയാൻ വോയിസ് ഇല്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെൻ്റ് ഉണ്ട്, അതിന് മുമ്പ് ഷിഹാബിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഷിഹാബിന് പോകാം, ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും ജീവൻ അപകടത്തിൽപ്പെടുത്താനും ശ്രമമുണ്ടാകുമെന്നും ഷിഹാബ് പറഞ്ഞു. പരാതികളുമായി നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഷിഹാബിന്റെയും സുഹൃത്തുക്കളുടെയും തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾക്കിടെ ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ BNP തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതിനാൽ അവാമി ലീഗ് അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിനിടെ പല സ്ഥലത്തും സംഘർഷമുണ്ടായി. 14 പോളിംഗ് സെന്ററുകൾ കത്തിച്ചു.
ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ചെന്നും രാജ്യത്ത് ജനാധിപത്യം തുടരണമെന്നും ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. Our country is the sovereign country, sovereign independent country. Maybe it's a small country, but we have big population. So people's right, we have established people's democratic right and also right to their better life or their prosperous life. That is our main aim. We want to do that. So I'm trying my best to ensure that democracy should continue in this country. And without democracy, you cannot make any development. As because we have long-term democratic system since 2009 to 2023, that's why Bangladesh made this much achievement. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, തെരഞ്ഞെടുപ്പിനിടെ പലയിടത്തും സംഘർഷമുണ്ടായതായി അറിയുന്നു. എങ്ങനെ പുരോഗമിക്കും? അശ്വതി, ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് വെടിയേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഏതായാലും പോളിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിലേക്ക് മടങ്ങി വന്നതിൽ രാജ്യത്തിന് നേട്ടമുണ്ടായതായി ഷെയ്ഖ് ഹസീന പറയുകയും ചെയ്തിരിക്കുന്നു. അവാമി ലീഗ് ഇത്തവണയും ജയിച്ച് ഷെയ്ഖ് ഹസീന 4ാം തവണയും പ്രധാനമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഏതായാലും പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന രാജിവെച്ച് കാവൽ മന്ത്രിസഭ അധികാരത്തിലേൽക്കണമെന്നും അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുമായിരുന്നു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നത്. ഇവരുടെ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ മുതൽ BNP വലിയ തോതിലുള്ള പ്രക്ഷോഭം രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ ഇതിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് BNP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവാമി ലീഗ് ഇനി വീണ്ടും അധികാരത്തിൽ എത്തും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഏതാണ്ട് 12 കോടി വോട്ടർമാരാണ് ഇത്തവണ പോളിംഗ് ബൂത്തിൽ എത്തുക. ഇതിൽ പകുതിയോളവും സ്ത്രീകളാണ്. 1.5 കോടി പുതിയ വോട്ടർമാരാണുള്ളത്. 1970 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ഇതിൽ 5.1% സ്ത്രീകളാണ്. 300 പാർലമെന്റ് സീറ്റിലേക്കാണ് നേരിട്ടുള്ള മത്സരം നടക്കുന്നത്. ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വതി, സുവി, ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചർച്ചയായത്? ധന്യ, പ്രധാനമായും ഈ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരായ വികാരമാണ് ഈ ബംഗ്ലാദേശിൽ ഉയർന്നു വന്നിരുന്നത്. പ്രധാനമായും മുൻ പ്രധാനമന്ത്രിയായ ഖാലിദ് സിയയുടെ നാഷണൽ പാർട്ടി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയായ പ്രതിപക്ഷ പാർട്ടിയാണ് പ്രധാനമായും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നത്. ഇതിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വന്നിരുന്നത്. ഒക്ടോബർ മുതലാണ് ഈ ഒരു പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കുകയും മറ്റും ചെയ്തിരുന്നത്. എന്നാൽ ഇതിനോട് ഒരു അനുകൂല സമീപനമായിരുന്നില്ല അവാമി ലീഗിനുണ്ടായിരുന്നത്. വലിയ തോതിൽ ഈ പ്രക്ഷോഭം അടിച്ചമർത്തുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇതിനെതിരെ ആണ് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നത്. അശ്വതി, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ച ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ DGPക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റേഷൻ അഴിമതി അന്വേഷിക്കാനെത്തിയ ED സംഘത്തെ തൃണമൂൽ പ്രവർത്തകർ ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ BSFന്റെ സഹായവും തേടിയിട്ടുണ്ട്. അതിനിടെ ഷാജഹാൻ ഷെയ്ഖിന്റേതെന്ന് കരുതുന്ന ഓഡിയോ പുറത്തുവന്നു. BJPയുടെ രാഷ്ട്രീയ നീക്കമെന്നാണ് ആരോപണം. റേഷൻ അഴിമതി കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ശങ്കർ ആദ്യയെ 14 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ED സംഘത്തെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടല്ല ഇന്ധനവില നിശ്ചയിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില അനുസരിച്ചാണ് നടപടികൾ. പല സംസ്ഥാനങ്ങൾക്കും മദ്യവും ഇന്ധനവുമാണ് പ്രധാന വരുമാനം. കേരള സർക്കാർ വാറ്റ് കുറയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു.
Here, all 5 years, all the time. One election ends, another election starts off. Fuel prices are determined by, first, international prices. 85% of the crude oil we use is imported. And international prices depend on several factors like, whether there's a war going on somewhere. Last few days, there have been attacks, drone attacks on shipping in the Red Sea. So it's not for the government to do it. Last time, because the oil marketing companies are good corporate citizens, they took losses and kept the prices low. And then when the prices of international crude came down, they recovered that. But so they lost about 28,000 crores in supplying LPG at lower rates. Then we had to compensate them at 22. So your question is fundamentally not correctly premised because of election. Elections take place all the time in India. Unless you have this one country, one vote, where all the elections will take place. Here elections, so you can't use that election. But last 2 years, prices have only been coming down. So that is my answer to it. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. 1 മണിവരെ 55,000-ത്തിലധികം പേർ ദർശനം നടത്തി. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാനും പരമാവധി ആളുകൾക്ക് ദർശനം ഒരുക്കാനുമുള്ള നടപടികൾ സജീവമായതോടെ പമ്പയിലെ തിരക്കിന് കുറവുണ്ട്. സജീവ് സി വാര്യർ ചേരുന്നു സന്നിധാനത്ത് നിന്നും. സജീവ്, ഇപ്പോൾ എങ്ങനെയാണ് ഭക്തർക്ക് ദർശനം നടത്തി സുഗമമായി മല ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? അശ്വതി, ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. നട അടച്ചെങ്കിലും 18-ാം പടി വഴിയുള്ള ആളുകളുടെ വരവ്, തീർത്ഥാടകരുടെ വരവ് തുടരുന്നുണ്ട്. 3 മണിക്കാണ് ഇനി നട തുറക്കാനുള്ളത്. അതിനിടയിൽ തന്നെ 10,000-ത്തോളം പേർ 18-ാം പടി ചവിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നും 1 ലക്ഷത്തിലധികം ആളുകൾ, 1,15,000 പേരോളം നടയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദർശനം നടത്താനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അരവണയുടെ ക്ഷാമമെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. നേരത്തെ അതായിരുന്നു പ്രധാന പ്രശ്നം. കാരണം ദർശനം നടത്തിക്കഴിഞ്ഞ് പ്രസാദം വാങ്ങാനായി, അരവണയും അപ്പവും എല്ലാം വാങ്ങാനായി ആളുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു. ക്യൂ നിന്ന ആളുകൾക്ക് വേണ്ടത്ര അവർക്ക് ആവശ്യമുള്ളത്ര അളവിൽ ലഭ്യമാക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. 2 ടിന്നുകൾ മാത്രം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇന്നത്തോടുകൂടി മാറ്റം വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ 10 ടിന്നുകൾ വരെ ഒരാൾക്ക് നൽകാമെന്നുള്ള രീതിയിലേക്ക് നിയന്ത്രണം നീക്കിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ആയി എത്ര എണ്ണം വേണമെങ്കിലും ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ സന്നിധാനത്ത് തന്നെ ആളുകൾ തുടരുന്ന ഒരു സ്ഥിതിയിൽ മാറ്റമുണ്ടാകും. നേരത്തെ തന്നെ തിരക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തപ്പോഴെല്ലാം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് അയ്യപ്പന്മാർക്ക് അനുഭവിക്കേണ്ടി വന്നത്. പ്രത്യേകിച്ചും വിരിവെക്കാനുള്ളൊന്നുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. വലിയ തോതിൽ മഴ ഉണ്ടായിരുന്നു. രാത്രിയിൽ മഴ പെയ്യുമ്പോൾ രാത്രി ഇവിടെ വന്ന് തങ്ങേണ്ടി വരുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും പമ്പയിലും അതുപോലെ വലിയ തോതിലുള്ള തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അക്കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് ഞായറാഴ്ചയാണ്. വൈകുന്നേരത്തോടു കൂടി ഈ തിരക്ക് കുറയാനാണ് സാധ്യത. അതിനാൽ തന്നെ മകരവിളക്ക് ഉത്സവകാലത്തേക്ക് കുറച്ചുകൂടി നിയന്ത്രണം വരുന്നതോടുകൂടി വരുന്ന ആളുകൾക്ക് നല്ല സൗകര്യത്തോടു കൂടി തൊഴാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, ശരി. സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ്. സജീവ് സി വാര്യരാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. കുസാർ ദുരന്തത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത പോലീസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു അടക്കം 3 പേർക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ നവംബർ 25-ന് സംഗീത നിശയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും 4 പേരാണ് മരിച്ചത്. കിസാറ്റിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ പ്രിൻസിപ്പലിനെയും 2 അധ്യാപകരെയുമാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പലായിരുന്ന ദീപക് കുമാർ സാഹുവിനെ 1-ാം പ്രതിയാക്കി. ടെക് ഫെസ്റ്റിന്റെ ചുമതലക്കാരനായ ഗിരീഷ് കുമാരൻ തമ്പി, ഡോക്ടർ ബിജു എന്നിവരെയാണ് മറ്റ് 2 പ്രതികളാക്കിയിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ആണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അധ്യാപകരെയും പ്രതി ചേർത്തിരിക്കുന്നത്. ഇതുവരെ നടന്നിരിക്കുന്ന അന്വേഷണത്തിൽ ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിനൊപ്പമാണ് അധ്യാപകരെയും പ്രതി ചേർത്തിട്ടുള്ള റിപ്പോർട്ടുള്ളത്. സംഘാടനത്തിൽ പിഴവുണ്ടായി. ക്യാമ്പസിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാർഗരേഖ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ പൂർണ്ണ ലംഘനമുണ്ടായി. പുറത്തുനിന്നുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് ക്യാമ്പസിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല, പരിപാടിയുടെ പേരിൽ പണപ്പിരിവ് പാടില്ല എന്നീ നിർദ്ദേശങ്ങളായിരുന്നു
ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മാർഗരേഖയിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം ലംഘിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരിപാടി നടക്കുമ്പോൾ ബാരിക്കേഡിംഗ് ഉണ്ടായിരുന്നില്ല. ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടുള്ള നിയന്ത്രണങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രജിസ്ട്രാർ ഓഫീസിൽ നിന്നും പരാതി നൽകി പ്രിൻസിപ്പൽ കത്ത് നൽകിയിരുന്നു പോലീസിന് നൽകാൻ. പക്ഷേ ഈ കത്ത് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും പോലീസിന് നൽകിയിരുന്നില്ല. ഇതും ഈ വരുന്ന അന്വേഷണത്തിൽ ഇനി തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർ ഓഫീസിന് നേരെ കേസെടുക്കാൻ സാധ്യതയുണ്ട് എന്നും പോലീസ് ഈ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കോളേജിലെ ഉപസമിതി ചേർന്ന് പ്രിൻസിപ്പലിനെതിരെയും ഉൾപ്പെടെ പരാതിയുണ്ട്. ഇവരുടെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നൊരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവരോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. പക്ഷേ ഈ പോലീസോ സർക്കാരോ കോളേജിലെ മറ്റ് അധികൃതരോ ആരും തന്നെ ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരവും സംബന്ധിച്ച് യാതൊരുവിധ സഹായം നൽകുന്നതിനെക്കുറിച്ചുള്ള ഒരു പരാമർശവും തന്നെ ഇതിനു മുൻപും ഉണ്ടായില്ല. ഇതിനെതിരെ പ്രതിപക്ഷമടക്കം വലിയൊരു പ്രതിഷേധമാണ് നടത്തുന്നത്. ഇനി കലോത്സവ വാർത്തകൾ. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന കണ്ണൂർ. കോഴിക്കോട് 2ാം സ്ഥാനത്തും പാലക്കാട് 3ാം സ്ഥാനത്തുമാണ്. ഭരതനാട്യം, സംഘനൃത്തം, നാടകം, മിമിക്രി, കോൽക്കളി തുടങ്ങിയ ഇനങ്ങൾ പുരോഗമിക്കുകയാണ്. എല്ലാ അമ്മമാർക്കും ഭ്രാന്താ. மாணவர் புரை தீர பாரில் தோன்றிட நடனமாடினையே சிவனை எதிரிட்டு மாணவர் புரை தீர பாரில் தோன்றிட நடனமாடினையே சிவனை
മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, വേദിയിൽ മത്സരങ്ങൾ ഗംഭീരമായി പുരോഗമിക്കുന്നു. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം, ഇഞ്ചോടിഞ്ചു പോരാട്ടം തുടരുമ്പോൾ കണ്ണൂർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ആളുകളുടെ ഒരു പങ്കാളിത്തം എത്രത്തോളമാണ്? അശ്വതി സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ തന്നെയാണ് മുന്നിൽ. 715 പോയിന്റോടെ കണ്ണൂർ ഈ കലോത്സവത്തിൽ മുന്നേറുകയാണ്. തൊട്ടു പിന്നാലെ കോഴിക്കോടുണ്ട്. 708 പോയിന്റാണ് കോഴിക്കോടിനുള്ളത്. പാലക്കാട് 706. നേരത്തെ പാലക്കാടും കോഴിക്കോടും ഒരേ പോയിന്റ് നില നിലനിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ 2 പോയിന്റ് പിന്നോട്ട് പോയിരിക്കുകയാണ് പാലക്കാട്. തൃശൂർ 685 പോയിന്റുമായി 4ാം സ്ഥാനത്തുണ്ട്. കൊല്ലം, ആതിഥേയരായ കൊല്ലം 679 പോയിന്റുമായി 5ാം സ്ഥാനത്താണുള്ളത്. ഏതായാലും കലോത്സവം വാശിയേറിയ പോരാട്ടമായി തന്നെ തുടരുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു പോവുകയാണ്. പാലക്കാട് നിന്നുള്ള BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. സ്കൂളുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും മുന്നിൽ വലിയൊരു അന്തരമുണ്ട്. 2ാം സ്ഥാനവും 1ാം സ്ഥാനവുമായി സ്കൂളുകളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ. എന്തായാലും ആ രീതിയിൽ മത്സരം പുരോഗമിക്കുകയാണ്. മറ്റൊന്ന്, ഇന്നലെ ശനിയാഴ്ചയാണ്, വലിയ തിരക്ക് എല്ലാ വേദികളിലും അനുഭവപ്പെട്ടിരുന്നു. ഇന്നും സമാനമായ സാഹചര്യം. ഞായറാഴ്ച ഒരുപക്ഷെ വൈകുന്നേരം വലിയ ഒരു തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ, പ്രത്യേകിച്ച് ഗതാഗത ക്രമീകരണത്തിലടക്കം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടികളുടെ ഉത്സവമാണ്. ആ രീതിയിൽ തന്നെ മത്സരം പുരോഗമിക്കുകയാണ്. അശ്വതി, ശരി. കണ്ണൂർ ഏറ്റവും മുന്നിൽ കുതിപ്പ് തുടരുമ്പോൾ കോഴിക്കോട് 2ാം സ്ഥാനത്തും പാലക്കാട് 3ാമതുമാണുള്ളത്. 2ഉം 3ഉം സ്ഥാനങ്ങൾ തമ്മിൽ 2 പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത്. എന്തായാലും അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. ഐശ്വര്യ അനിലാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭയ്ക്കകത്തും പുറത്തും വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്നവരാണെങ്കിലും കലോത്സവ നടത്തിപ്പിൽ കൊല്ലത്തെ ജനപ്രതിനിധികൾക്ക് ഒറ്റ മനസ്സാണ്. രാപ്പകൽ ഭേദമില്ലാതെ എല്ലാവരും എല്ലായിടത്തും സജീവമാണ്. ഏറ്റവും മികച്ച ഗ്രേഡിനായി പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന വേദികൾ. വേദിയിലെ കാഴ്ച മത്സരത്തിൻ്റെതാണെങ്കിൽ മേളയുടെ സംഘാടനത്തിൽ കാണുന്നത് ഒത്തൊരുമയുടെ ഗുണം. ഊട്ടുപുരയിൽ ഉച്ചയൂണിന് അടുത്തടുത്ത കസേരകളിൽ MLA-മാരായ വിഷ്ണുനാഥും നൌഷാദും. വിഷ്ണുനാഥ് ഫുഡ് കമ്മിറ്റി ചെയർമാൻ, നൌഷാദിനാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല. രാഷ്ട്രീയമായി വിരുദ്ധ ചേരികളിൽ വീറോടെ വാദിക്കുന്ന 2 പേർ. തൊട്ടടുത്ത് വീറിന് ഒരു കുറവുമില്ലാത്ത V. ശിവൻകുട്ടി. മേള ജനകീയമാണെന്ന് മന്ത്രി. അങ്ങനെ ഒരു തെറ്റ്, ഒരു കുറ്റമറ്റതായി മനുഷ്യസാധ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ശ്രദ്ധ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ മേള ഒരു ജനകീയ മേളയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കമ്മിറ്റിക്ക് A ഗ്രേഡ് എന്ന് വിഷ്ണുനാഥ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പല വിഭാഗത്തിലും പല രൂപത്തിലുമുള്ള കമ്മിറ്റികളാണ്, പല സംഘടനകളാണ്. പക്ഷെ എല്ലാവരും അദ്ദേഹം ഒരുമിച്ചിരുത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരേപോലെ മുന്നോട്ട് പോവുകയാണ്. കൊല്ലംകാരുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. മേളയിലേക്ക് ജനമൊഴുകുമ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഹാപ്പിയാണ്. പക്ഷേ അപ്പീലുകളുടെ അയ്യരുകളിക്ക് മുന്നിൽ നിസ്സഹായനാണ് M. നൌഷാദ്. അപ്പീലുകളുടെ പ്രളയം അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. 14 ജില്ലകളിൽ നിന്നായി 14 ഐറ്റം നടത്തേണ്ടടുത്ത് 34 ഐറ്റം ഒക്കെ നടത്തേണ്ടി വരുമ്പോൾ മറ്റെല്ലാത്തിനെയും അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് അപ്പീലുകളുടെ ഈ പ്രളയം കാരണമുള്ള ഒരു ബുദ്ധിമുട്ടൊഴികെ ബാക്കിയെല്ലാം വളരെ വൃത്തിയായും ഭംഗിയായും ഒരുമയോടും കൂടി നടക്കും. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഊട്ടുപുരയിൽ മാത്രമല്ല, അണിയറയിലാകെ യോജിപ്പിന്റെ സുന്ദര കാഴ്ചയായി മാറുകയാണ് കൊല്ലം കലോത്സവം. S. ലല്ലു, ന്യൂസ് 18 കൊല്ലം. കലോത്സവ നഗരിയിലെ തിരക്കും രാത്രി കാഴ്ചകളും വേറെ വൈബാണ്. കാണാം ഒരു തിരക്കേറിയ രാത്രി കാഴ്ച. കൊല്ലത്താണ് കലോത്സവമെങ്കിൽ തിരക്കുണ്ടാവില്ലെന്ന് ആരാ പറഞ്ഞത്? ഒന്ന് നോക്കിയേ. കലോത്സവ നഗരിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോഴാണ് ഈ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്യുന്ന ഒരു ടീമിനെ നമ്മൾ കണ്ടത്. ഏത് സ്കൂളിന്നാ? തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS പട്ടം. മയം കഴിഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പീലോട് കൂടെയാണ് ജില്ലയിൽ നിന്ന് വന്നത്. അത് കഴിഞ്ഞിട്ട്
ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ടീമിനെ ബീറ്റ് ചെയ്താണ് എ ഗ്രേഡ്. ഓ കൺഗ്രാറ്റുലേഷൻസ്. കൊടുക്കൈ. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്തോ. ഡാൻസ് ഒക്കെ കണ്ടോ? ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മള് കാഴ്ചകൾ കണ്ടിങ്ങനെ വീണ്ടും നടന്നപ്പോ അറബിക്കുപ്പായ ഇട്ടൊരു ചേട്ടനെ കണ്ടു. ചേട്ടാ, ഈ ഡ്രസ് നമ്മുടെ കൊല്ലത്തിന്റെ ഒരു ഉത്സവമാണത്. 10-15 വർഷങ്ങൾക്ക് ശേഷമാണത് ഇപ്പൊ നടക്കുന്നത്. ഇനി ഒരു 15 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ അത് പൊളിക്കണം, ഒന്ന് കളറാക്കാം, വ്യത്യസ്തമാക്കാം. തീർച്ചയായിട്ടും അതെ, തീർച്ചയായും. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് എന്നെ അറിയപ്പെടുന്നത് അമ്പിളി എന്നുള്ള നെയിമിലാണ് അറിയപ്പെടുന്നത്. ഒഫീഷ്യൽ നെയിം അനിൽകുമാർ എന്നാണ്. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ആശ്രമം തന്നെയാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ ക്ലബ്ബൊക്കെ ഉള്ളതാണ്, നമ്മൾ സ്ഥിരം ഉള്ളതാണ്. എല്ലാം രാവിലെ ഓട്ടവും പരിപാടി ജസ്റ്റ് മൂവ് എന്നാണ് ക്ലബിന്റെ പേര്. പിന്നെ നല്ല രീതിയിലാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പൊ ശരി, അപ്പോ നമ്മള് വിചാരിച്ച പോലല്ല ഈ കൊല്ലംകാരെ. എങ്ങനെയൊക്കെ ഈ കലോത്സവത്തെ കളർഫുൾ ആക്കാം, വ്യത്യസ്തമാക്കാം എന്ന് കാണാൻ വരുന്ന പ്രേക്ഷകർ പോലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഈ കണ്ട ചേട്ടനെ പോലെ. ഹലോ, കലോത്സവം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇവിടെ പൊതുവെ പറയുന്നുണ്ടായിരുന്നു. കൊല്ലത്തേരാണോ? നമ്മളെ കൊല്ലത്തേരാ. ഈ കൊല്ലത്താണെങ്കിൽ വലിയ തിരക്കൊന്നും കാണത്തില്ലെന്ന്. പക്ഷെ കണ്ടില്ലേ തിരക്ക്? നമ്മൾ ആഘോഷിക്കും. എന്ത് വന്നാലും നമ്മൾ ആഘോഷിക്കും. നിങ്ങൾ എവിടുന്ന് വരുന്നവരാ? ഏതാ? ഞങ്ങളുടെ അയത്തിൽ, ഇവിടെ അയത്തിൽ അടുത്ത് തന്നെ ഒരു 4 കിലോമീറ്റർ. ഇത്രേ ഉള്ളൂ. ഏത് ഐറ്റം ഇഷ്ടപ്പെട്ടു? മൊത്തത്തിൽ വൈബൊക്കെ കാണാന്ന് വിചാരിച്ചിറങ്ങിയത്. കവർ ചെയ്തിങ്ങനെ ഒക്കെ കണ്ടപ്പോ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാ ഈ മുടിയെന്താ ഇത്രയും വളർത്തിയേക്കുന്നത്? ഫാഷൻ. ജനസാഗരം. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ആര്യാർ ദേവൻ, ന്യൂസ് 18 കേരളം. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സിറോ മലബാർ സഭാ സിനഡിന് നാളെ തുടക്കം. സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക എന്നതാണ് 4 ദിവസം നീണ്ടുനിൽക്കുന്ന സിനഡിന്റെ പ്രധാന അജണ്ട. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ഉടൻ പരിഹരിക്കേണ്ടി വരിക. കർദിനാൾ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം രാജിവെച്ചതിനു ശേഷമുള്ള ആദ്യ സിനഡിന്റെ പ്രധാന അജണ്ടയും അദ്ദേഹത്തിന്റെ പകരക്കാരനെ കണ്ടെത്തലാണ്. സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള 53 ബിഷപ്പുമാരാണ് ജനുവരി 13 വരെ നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുക. 2ാം ദിവസമായിരിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള നടപടികൾ. 6 റൗണ്ട് വോട്ടെടുപ്പാണ് നടക്കുക. ആദ്യ റൗണ്ടിൽ തന്നെ 3/2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പാകും. ആരോപണത്തിന് അതീതനും സമവായത്തിലൂടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നൊരാൾ ഈ സ്ഥാനത്തേക്ക് വരണമെന്ന് സഭാ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട് പറഞ്ഞു. കഴിഞ്ഞ 12 കൊല്ലം തികച്ചും ഒരു യുദ്ധം പോലുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യം സഭയിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങൾ പലതുണ്ടാകാം. നമുക്ക് പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകാം. പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിശാസ്ത്രം സഭയ്ക്കുണ്ടാകണം.
അത് എന്താണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സംഭാഷണത്തിലൂടെയാണ്. പരസ്പരം കേൾക്കാൻ, പരസ്പരം പറയാൻ, പരസ്പരം ആശയവിനിമയം ചെയ്യാൻ, പരസ്പരം മനസ്സിലാക്കാൻ ഉള്ളൊരു മനസ്സ് ഇല്ലാതെ പോയതിൻ്റെ പ്രതിസന്ധിയാണ് ഉണ്ടായത്. അത് ഉണ്ടാക്കാൻ കഴിയുന്ന ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന വലിയ പ്രതീക്ഷ അൽമായർക്കും ജനങ്ങൾക്കും വൈദികർക്കും. പാലാ രൂപത ബിഷപ്പും സിറോ മലബാർ സഭ നേതൃത്വത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പംപ്ലാനി, താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അടക്കമുള്ളവർ പട്ടികയിലുണ്ടെന്നാണ് സൂചന. സിനഡ് സമ്മേളനം സമാപിക്കുമ്പോൾ തന്നെ വത്തിക്കാനിലും സിറോ മലബാർ സഭ ആസ്ഥാനത്തും പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വത്തിക്കാൻ നേരിട്ടിടപെട്ടിട്ടും പരിഹരിക്കപ്പെടാതെ പോയ കുർബാന വിഷയത്തിൽ എന്തു നടപടികളുണ്ടാകും സിനഡിൽ നിന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കൊച്ചി. പോലീസിൽ സൈബർ ഡിവിഷൻ രൂപീകരിച്ച ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. ആവശ്യമില്ലാതെ കിടക്കുന്ന തസ്തികകൾ ഉൾപ്പെടെ പുനർവിന്യസിച്ചാണ് സൈബർ ഡിവിഷന്റെ രൂപീകരണം. സായുധ സേനയിലെ ആവശ്യമില്ലാതെ കിടക്കുന്ന 4 അസിസ്റ്റന്റ് കമാൻഡ് തസ്തികകൾ, ആവശ്യമില്ലാത്ത 7 റിസർവ് ഇൻസ്പെക്ടർ തസ്തികകൾ, ആവശ്യമില്ലാതെ കിടക്കുന്ന 21 റിസർവ് ഇൻസ്പെക്ടർ തസ്തികകൾ, ഇതേ രീതിയിലുള്ള 15 വനിതാ SI തസ്തികകൾ എന്നിവ ഉൾപ്പെടെ പുനർവിന്യസിച്ചാണ് സൈബർ ഡിവിഷന്റെ രൂപീകരണം. സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, നെറ്റ്വർക്ക് സുരക്ഷ, റിസ്ക് മാനേജ്മെന്റ്, ഡിജിറ്റൽ ഫോറൻസിക് എന്നീ മേഖലകളിൽ സേനാ അംഗങ്ങളെ പ്രാവീണ്യമുള്ളവരാക്കുകയാണ് ലക്ഷ്യം. 466 അംഗങ്ങൾ ഡിവിഷനിലുണ്ടാകും. സൈബർ ഓപ്പറേഷന്റെ ആസ്ഥാനം, റിസർച്ച് ആൻഡ് അനാലിസിസ് യൂണിറ്റ്, സൈബർ പട്രോൾ, സൈബർ പോലീസ് സ്റ്റേഷനുകൾ എന്നിവയാകും ഡിവിഷനിൽ. ലോകത്തെവിടെയും സംഭവിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ ഡാറ്റാബേസ് ഡിവിഷൻ ശേഖരിക്കും. ഉദ്യോഗസ്ഥർക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായി പരിശീലനം നൽകും. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. അയോധ്യ ഒരുങ്ങും പറയുന്നു പ്രിൻസ് ജെയിംസ്. വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിൻസ്, ഇതിന്റെ ഒരു സാഹചര്യം എന്താണ്? മനഃപൂർവ്വമുള്ള ആക്രമണമാണെന്ന് പോലീസ് ഉറപ്പുവരുത്തുന്നു. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പാൽരാജ് പിടിയിലായിട്ടുണ്ടോ? രഞ്ജിനി, പാൽരാജിന്റെ ആക്രമണം കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം എന്നാണ് FIR വിലയിരുത്തുന്നത്. കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും നേരെ പ്രകോപനം ഉണ്ടാക്കുകയും തുടർന്ന് കൈ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഇന്നലെ തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. ഇന്ന് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പുവരുത്താക്കണമെന്നുള്ള നടപടികളുമായി പോലീസ് മുൻപോട്ട് പോവുകയാണ്. കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ പീരുമേട് DYSP ഓഫീസിന് മുൻപിൽ സമരം നടത്തുകയും തുടർന്നാണ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ കൂടുതൽ സുരക്ഷ ഈ കുടുംബത്തിന് നൽകും. നിലവിൽ ഇവർ കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ആശുപത്രിയിൽ തുടരുകയാണ്. ഈ കുട്ടിയുടെ അച്ഛന്റെ ഇരു കാലുകളിലും ഒപ്പം വയറിലുമായിരുന്നു പരിക്കേറ്റുന്നത്. അപ്പം മുത്തച്ഛനും നേരിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. എന്തായാലും ഇവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആശുപത്രിയിൽ നിന്നും വീടുകളിലേക്ക് മാറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് ആനുപാതികമായി ഇവർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുക അടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. ഈ പാൽരാജ് മാത്രമാണോ ഇതിനു പിന്നിൽ, അതോ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നൊരു സംശയമെങ്കിലും പോലീസിനുണ്ടോ? രഞ്ജിനി, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസ് വ്യക്തത നൽകുന്നില്ല. എന്തായാലും ഇന്നലെ സംഭവം നടക്കുമ്പോൾ പാൽരാജ് മാത്രമായിരുന്നു അവിടെ ഉള്ളത്. ഇവർ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. ആ സമയത്താണ് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇവർക്ക് നേരെ ഈ പാൽരാജ് പ്രമുഖപരമായ ആംഗ്യം കാണിക്കുകയും തുടർന്ന് ഇത് ചോദ്യം ചെയ്യാനെത്തിയ ഇവർക്ക് നേരെയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒപ്പം കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഇയാളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുകയും ഒപ്പം കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിനി, ശരി. പ്രിൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് നേരെയുണ്ടായ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്ന് FIR. ആക്രമണം നടത്തിയ പാൽരാജ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നും FIR-ൽ പറയുന്നു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിൻസ്, ഇതിന്റെ ഒരു സാഹചര്യം എന്താണ്? മനഃപൂർവ്വമുള്ള ആക്രമണമാണെന്ന് പോലീസ് ഉറപ്പുവരുത്തുന്നു. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പാൽരാജ് പിടിയിലായിട്ടുണ്ടോ? രഞ്ജിനി, പാൽരാജിന്റെ ആക്രമണം കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം എന്നാണ് FIR വിലയിരുത്തുന്നത്. കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും നേരെ പ്രകോപനം ഉണ്ടാക്കുകയും തുടർന്ന് കൈ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഇന്നലെ തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. ഇന്ന് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പുവരുത്താക്കണമെന്നുള്ള നടപടികളുമായി പോലീസ് മുൻപോട്ട് പോവുകയാണ്. കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കും.
കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഇന്നലെ വൈകുന്നേരം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ സമരം നടത്തുകയും ഇത് തുടർന്നാണ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ കൂടുതൽ സുരക്ഷ ഈ കുടുംബത്തിന് നൽകും. നിലവിൽ ഇവർ അച്ഛനും കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ആശുപത്രിയിൽ തുടരുകയാണ്. ഈ കുട്ടിയുടെ അച്ഛന്റെ ഇരു കാലുകളിലും ഒപ്പം വയറിലുമായിരുന്നു പരിക്കേറ്റുന്നത്. അപ്പം മുത്തച്ഛനും നേരിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. എന്തായാലും ഇവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആശുപത്രിയിൽ നിന്നും വീടുകളിലേക്ക് മാറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് അനുവാദികമായി ഇവർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുക അടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. ഈ ബാലരാജ് മാത്രമാണോ ഇതിനു പിന്നിൽ, അതോ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നൊരു സംശയമെങ്കിലും പോലീസിനുണ്ടോ? രഞ്ജിനി, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോലീസ് വ്യക്തത നൽകുന്നില്ല. എന്തായാലും ഇന്നലെ സംഭവം നടക്കുമ്പോൾ ബാലരാജ് മാത്രമായിരുന്നു അവിടെ ഉള്ളത്. ഇവർ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. ആ സമയത്താണ് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇവർക്ക് നേരെ ഈ ബാലരാജ് പ്രമുഖപരമായ ആംഗ്യം കാണിക്കുകയും തുടർന്ന് ഇത് ചോദ്യം ചെയ്യാനെത്തിയ ഇവർക്ക് നേരെയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഒപ്പം കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഇയാളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുകയും ഒപ്പം കൂടുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിനി, ശരി. പ്രിൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് നേരെയുണ്ടായ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്ന് FIR. ആക്രമണം നടത്തിയ പാൽരാജ് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്നും FIR-ൽ പറയുന്നു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിൻസ്, ഇതിന്റെ ഒരു സാഹചര്യം എന്താണ്? മനഃപൂർവ്വമുള്ള ആക്രമണമാണെന്ന് പോലീസ് ഉറപ്പുവരുത്തുന്നു. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പാൽരാജ് പിടിയിലായിട്ടുണ്ടോ? രഞ്ജിനി, പാൽരാജിന്റെ ആക്രമണം കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം എന്നാണ് FIR വിലയിരുത്തുന്നത്. കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും നേരെ പ്രകോപനം ഉണ്ടാക്കുകയും തുടർന്ന് കൈ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഇന്നലെ തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. ഇന്ന് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികളുമായി പോലീസ് മുൻപോട്ട് പോവുകയാണ്. കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കും. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ പീരുമേട് ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ സമരം നടത്തുകയും ഇത് തുടർന്നാണ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ കൂടുതൽ സുരക്ഷ ഈ കുടുംബത്തിന് നൽകും. നിലവിൽ ഇവർ അച്ഛനും കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ആശുപത്രിയിൽ തുടരുകയാണ്. ഈ കുട്ടിയുടെ അച്ഛന്റെ ഇരു കാലുകളിലും ഒപ്പം വയറിലുമായിരുന്നു പരിക്കേറ്റുന്നത്. അപ്പം മുത്തച്ഛനും നേരിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. എന്തായാലും ഇവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആശുപത്രിയിൽ നിന്നും വീടുകളിലേക്ക് മാറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് അനുവാദികമായി ഇവർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുക അടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. ഈ ബാലരാജ് മാത്രമാണോ ഇതിനു പിന്നിൽ, അതോ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നൊരു സംശയമെങ്കിലും പോലീസിനുണ്ടോ? രഞ്ജിനി, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡാൻ പറയുന്നത്? ഏത് രീതിയിലാണ് ഇപ്പോൾ ഇത് ബാധിക്കുക ചാനലിനെ? അശ്വതി, ഈ ചാനലിന്റെ ഓഹരികൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നീക്കത്തിനാണ് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അനുമതി തേടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചത്. പക്ഷേ ആഭ്യന്തര മന്ത്രാലയം അത് തടഞ്ഞിരിക്കുകയാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരികൾ വിൽക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ ഓഹരി വിൽപ്പനയ്ക്ക് തടസ്സം ഉണ്ട് എന്ന കാര്യം ഉത്തരവിൽ പരാമർശിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റത്തിന് അനുമതിയില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേന്ദ്രമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡാൻ, നേരത്തെ തന്നെ ഇത്തരത്തിൽ എല്ലാ രേഖകളും ഈ ഉടമസ്ഥ കൈമാറ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കണമെന്ന് നേരത്തെ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നല്ലോ. ഇതൊക്കെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നോ കാര്യങ്ങൾ? അശ്വതി, ഒരുപക്ഷെ ഈ ഓഹരികൾ, അതായത് നിലവിൽ ഈ സ്ഥാപനത്തിന്റെ ഈ ഓണർഷിപ്പിൽ ഉള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ അടക്കം അത് കൃത്യമായി ആഭ്യന്തര മന്ത്രാലയം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ഒരുപക്ഷെ ലഭിച്ചിരിക്കുന്ന സൂചനകളായിരിക്കാം ഇങ്ങനെ ഓഹരികൾ കൈമാറുന്നതിന് ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് ആഭ്യന്തര മന്ത്രാലയത്തെ നയിച്ചിരിക്കുന്നത്. കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ ഓഹരി കൈമാറ്റത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് രേഖാമൂലം ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നുവെന്ന് പറയുമ്പോൾ അത് വ്യക്തമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും
ചാനലിനെ സംബന്ധിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ അതിന്റെ ഓഹരികൾ കൈമാറുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിനാണ് ഇപ്പോൾ ഈ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയിലൂടെ തടസ്സം നേരിട്ടിരിക്കുന്നത്. അതാണ് ഓഹരി കൈമാറ്റത്തിന്, റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി കൈമാറ്റത്തിന് അനുമതിയില്ല, രാജ്യരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിന് തിരിച്ചടിയാണ് ഈ ഉത്തരവ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രം തേടിയിരുന്നു, രേഖകൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ രാജ്യരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലൊരു നടപടി എന്ന് പറയുമ്പോൾ ഡാൻ, ഏത് രീതിയിൽ അത് ഇപ്പോഴത്തെ നടത്തിപ്പിനെ ബാധിക്കും? ഈ ഓഹരികൾ ഇപ്പോൾ കൈമാറ്റം ചെയ്യാനാകില്ല എന്നുള്ളത് നിയമത്തിലെ സാധ്യത? നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റിപ്പോർട്ടർ ചാനൽ ഓഹരികൾ അല്ലെങ്കിൽ അതിന്റെ നിലവിലെ നടത്തിപ്പുകാരുമായി ബന്ധമുള്ള KJ ജോർജ്, VV സാജു എന്നിവരുടെ പേരിലേക്ക് മാറ്റാനായിരുന്നു ചാനൽ MD നികേഷ് കുമാർ അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചത്. അത് കൃത്യമായി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വിചിത്രമായ നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഒരു അസാധാരണമായ നടപടി ഉണ്ടായിരിക്കുന്നത് അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓഹരികൾ കൈമാറ്റം ചെയ്യാനാവില്ല എന്ന കൃത്യമായ നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ MD നികേഷ് കുമാറിന് നൽകിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. വ്യക്തത നൽകുന്നില്ല.